നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ. LDF സ്ഥാനാർത്ഥി എളമരം കരീം ബേപ്പൂർ നിയോജകമണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വോട്ടഭ്യർത്ഥന നടത്തി. ചെറുധാന്യങ്ങളുടെ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയായ മില്ലറ്റ് മിഷൻ മാതൃകാ മില്ലറ്റ് കൃഷിത്തോട്ടം ഒരുക്കുന്നു. വയസ്സ് വരെയുള്ള അംഗങ്ങളെയും ഉൾപ്പെടുത്തി വിമാനയാത്ര എന്ന സ്വപ്നം പൂവണിയിച്ചിരിക്കുകയാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ ഒരുക്കങ്ങൾ ആരംഭിച്ചതായും കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സോ ഫ്രോം ദി എക്സ്പെൻഡിച്ചർ സൈഡ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കാൻഡിഡേറ്റ്സ് അക്കൗണ്ടിൽ സെപ്പറേറ്റ് ഷാഡോ അക്കൗണ്ട് രജിസ്റ്റർ വിൽ ബി മെയിൻറ്റെയിൻ ആൻഡ് സെപ്പറേറ്റ് രജിസ്റ്റർ വിൽ മെയിൻറ്റെയിൻ ഫ്രോം അവർ ഓഫീസ് ഓൾസോ. ഫൈനാൻസ് ഓഫീസറാണ്. പിന്നെ MCCയിൽ ഓൾറെഡി ഡൂസ് ആൻഡ് ഡോൺസ് നമുക്ക് ഓൾറെഡി പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാര്യങ്ങളാണ്. ബേസിക്കലി ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഫെയർ ഫ്രീ പ്രാക്ടീസ് വേണം, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് വേണം, ട്രാൻസ്പെറൻറ്റ് ഇലക്ഷൻസ് വേണം, ഒരു ലൗഡ് സ്പീക്കറിൽ പെർമിഷൻ അവർക്ക് ഒഫീഷ്യലായിട്ട് കൊടുക്കണം, പിന്നെ വെഹിക്കിൾ യൂസിൻ്റെ പെർമിഷൻ എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം റിട്ടൺ ആയിട്ട് ഇൻസ്ട്രക്ഷൻ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിൽ കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 1950 എന്ന നമ്പറിൽ അറിയിക്കാമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സമൂഹ മാധ്യമം, പ്രിന്റ് മാധ്യമം, ടെലിവിഷൻ മാധ്യമം എന്നിവയിൽ വ്യാജ വാർത്ത നൽകുന്നവർക്കെതിരെയാണ് നടപടികളെടുക്കുക. പണം, ഉപഹാരം എന്നിവ സ്വീകരിച്ച് വാർത്തകൾ നൽകുന്നതും കുറ്റകരമാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നവർ അനുമതിയില്ലാതെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ല. അനുമതി രേഖ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ മുന്നിൽ പതിക്കണമെന്നും പോലീസ് കമ്മീഷണർ പറഞ്ഞു. സോഷ്യൽ മീഡിയ മോണിറ്ററിംഗിന് വേണ്ടി ഫേക്ക് ന്യൂസ് കൊടുക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ സെല്ലിൽ ഒരു നമ്പറുണ്ട്. ആ നമ്പർ എല്ലാ ആൾക്കാർക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ദുഷ്പ്രചാരം ഉണ്ടാവും, എന്തെങ്കിലും നമ്മുടെ ഫേക്ക് ന്യൂസ് ഉണ്ടാവും, എന്തെങ്കിലും വേറൊരു വയലേഷൻ ഉണ്ടാവും, കൃത്യമായിട്ട് നമ്മൾ പറയാം. ആ നമ്പറാണ് 9497942711. ജില്ലയിൽ 25 ലക്ഷത്തിനു മേൽ വോട്ടർമാരുണ്ട്. അതിൽ 25,000-ഓളം പേർ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരാണ്. 20,000-ഓളം പേർ 85 വയസ്സിനു മേൽ പ്രായമുള്ളവരുമാണെന്നും ഇവർക്ക് വീടുകളിൽ വെച്ച് വോട്ട് ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന്റെ ക്രമസമാധാന പരിപാലന നടപടികളുടെ ഭാഗമായി CRPF സംഘം നഗരത്തിലെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിക്കും പരമാവധി 95 ലക്ഷം രൂപ വരെ ചെലവഴിക്കാമെന്നും ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LDF സ്ഥാനാർത്ഥി എളമരം കരീം ബേപ്പൂർ നിയോജകമണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വോട്ടഭ്യർത്ഥന നടത്തി. മണ്ണൂർ പ്രബോധനിയിൽ കയർ സഹകരണ സംഘത്തിൽ എത്തിയ സ്ഥാനാർത്ഥിയെ തൊഴിലാളികൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. രാവിലെ രാമനാട്ടുകര മുട്ടും കുന്നിൽ നിന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന്റെ തുടക്കം. വൈകിട്ട് ബേപ്പൂർ തുറമുഖത്തെത്തിയ സ്ഥാനാർത്ഥിക്ക് തൊഴിലാളികൾ വലിയ വരവേൽപ്പ് നൽകി. ഫറൂഖ് കോളേജ്, പള്ളിമേത്തൽ, കോടമ്പുഴ, രാമനാട്ടുകര, കരുവൻതുരുത്തി, കാതോർത്തോട്, മണ്ണൂർ റെയിൽ, പട്ടത്താനം, കുണ്ടായിത്തോട്, അരീക്കാട്, അരക്കിണർ, സാഗരസരണി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. LDF നേതാക്കളായ T രാധാഗോപി, മുരളി മുണ്ടേങ്ങാട്ട്, പ്രകാശ് കറുത്തേടത്ത്, വാടയിൽ ബാലകൃഷ്ണൻ, O ഭക്തവത്സലൻ, C ഷിജു, ബാദുഷ കടലുണ്ടി തുടങ്ങിയവരും വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ചെറുധാന്യങ്ങളുടെ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയായ മില്ലറ്റ് മിഷൻ മാതൃക മില്ലറ്റ് കൃഷിത്തോട്ടം ഒരുക്കുന്നു. ഓർക്കാട്ടിരിയിൽ ഒരുക്കുന്ന കൃഷിത്തോട്ടത്തിൽ റാഗി, മണിച്ചോളം, കമ്പം,
പനിവരക്, വരക്, ചാമ തുടങ്ങിയ 9 തരം മില്ലറ്റ് വിത്തുകൾ കൃഷി ചെയ്യും. കർഷകർക്ക് പഠിക്കാനും താൽപ്പര്യമുള്ളവർക്ക് ഗവേഷണം നടത്താനും സാധാരണക്കാർക്ക് സന്ദർശിക്കാനും ഉതകുന്ന രീതിയിലാകും തോട്ടം നിർമ്മിക്കുക. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ എല്ലാ മില്ലറ്റുകളും കൃഷി ചെയ്യുന്ന ഒരു തോട്ടം നിർമ്മിക്കുന്നത്. സംസ്ഥാനത്ത് പ്രധാനമായും മില്ലറ്റ് കൃഷി നടക്കുന്ന അട്ടപ്പാടിയിൽ പോലും എല്ലാ മില്ലറ്റുകളും വ്യാപകമായി കൃഷി ചെയ്യുന്നില്ല. ഓരോ മില്ലറ്റും മുളയ്ക്കാനും പൂക്കാനും കായ്ക്കാനും വിളയാനും ഉണങ്ങാനും ആവശ്യമായ സമയവും മറ്റും ഇതിലൂടെ മനസ്സിലാക്കാം. മാതൃകാ മില്ലറ്റ് കൃഷിത്തോട്ടത്തിൽ മില്ലറ്റ് വിത്തിടുന്നതിന്റെ ഉദ്ഘാടനം മില്ലറ്റ് മിഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ നിർവഹിച്ചു. മാതൃകാ മില്ലറ്റ് കൃഷിത്തോട്ടം 9 മില്ലറ്റുകളും കൃഷി ചെയ്യുന്ന ഒരു തോട്ടം. അവിടെ ആളുകൾക്ക്, കൃഷിക്കാർക്ക് വന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. ഗവേഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ പോലുള്ള ആളുകൾക്ക് ഗവേഷണം നടത്താം. പിന്നെ വെറുതെ വന്ന് കാണാൻ ബഹുജനങ്ങൾക്ക് കാണണമെങ്കിൽ അത് ചെയ്യും. അതിനുള്ള സൗകര്യമൊക്കെ ചെയ്യുന്ന ഒരു മില്ലറ്റ് മാതൃകാ കൃഷിത്തോട്ടം. അതിനു പുറമെ മില്ലറ്റ് മിഷന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യപ്പെടുന്ന കർഷകർക്ക് വിത്തുകൾ കൊടുക്കുകയാണ്. മുത്താറിയം 85 രൂപയ്ക്കും മണിച്ചോളം 110 രൂപയ്ക്കും വിത്തുകൾ നൽകുന്നു. അത് ഇപ്പോൾ നമ്മുടെ സംഘടനയുടെ വടകരയുള്ള ആസ്ഥാനത്ത് ലഭ്യമാണ്. അതിനു പുറമെ നമ്മൾ ചെയ്യുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മില്ലറ്റിനെ കുറിച്ച് അവബോധമുണ്ടാവാൻ വേണ്ടി ചെറുധാന്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച്, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ചെറുധാന്യങ്ങൾ എന്ന വിഷയത്തിൽ 4 പുറത്തിൽ കഴിയാത്ത ഉപന്യാസം എഴുതി അയക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1ാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് 10 കിലോ മില്ലറ്റുകളും, 2ാം സ്ഥാനം കിട്ടുന്നവർക്ക് 5 കിലോ മില്ലറ്റുകളും, 3ാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് 3 കിലോ മില്ലറ്റുകളുമാണ് നമ്മൾ നൽകുന്നത്. ഇതുപോലെയുള്ള വിവിധ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സെക്രട്ടറി വി മോഹനബാബു അധ്യക്ഷനായിരുന്നു. ലിനി ബി ഗോപാലകൃഷ്ണ, OK ചന്ദ്രൻ, M രഞ്ജീഷ്, MK ജിജി തുടങ്ങിയവർ സംസാരിച്ചു. മണിച്ചോളത്തിന്റെ വിത്തുകളാണ് ആദ്യ ദിവസം നട്ടത്. വരും ദിവസങ്ങളിൽ മറ്റ് മില്ലറ്റുകളുടെ വിത്തുകളും നടും. ന്യൂസ് ബ്യൂറോ, വടകര. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടേന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. 1 അല്ല 2 എണ്ണം. 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ചിന്നക്കട, കൊല്ലം. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ. ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും. വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 9 എന്ന അക്കത്തിന്റെ ഉച്ചാരണം 9 എന്ന് തിരുത്തണമെന്ന് വിരമിച്ച സൈനികൻ O സുബീഷ് കുമാർ. 9ന്റെ ഗണത്തിൽപ്പെടുന്ന അക്കങ്ങൾ പറയുന്നതിൽ ചിലർക്കുണ്ടാകുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ ഇതുവഴി സാധ്യമാകുമെന്ന് സുബീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 9 എന്ന് ഉച്ചരിക്കുന്ന നമ്പർ തെറ്റാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ നമ്പേഴ്സിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും കൺഫ്യൂഷനാണ്, അത് തെറ്റായി വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 90 എന്ന് പറഞ്ഞ നമ്പറിനെ ഇത്രയും നാള് ഉച്ചരിച്ചത് 9 ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ 10, 20, 30, 40, 50, 60, 70, 80, 9. ഞാൻ ഇത്രയും നാൾ ഉച്ചരിച്ചത് നമ്മൾ 90 ആയിട്ട് ഉച്ചരിക്കേണ്ടത്. ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവും. 9-നെ 9, 90-നെ 9, 900-നെ 900, 900,
9,000-നെ 9,000 എന്നിങ്ങനെ മാറ്റണമെന്ന് സുബീഷ് കുമാർ വിശദീകരിച്ചു. 1, 2, 3 എന്നിങ്ങനെ തുടരുന്ന മലയാളം അക്കങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശൈലി ഇതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഞാൻ പുതിയൊരു നമ്പർ ക്രിയേറ്റ് ചെയ്തു, ഒരു പേര് ക്രിയേറ്റ് ചെയ്തു, 9. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് വെച്ചാൽ അത് ക്ലിയർ ആയി. പിന്നെ 10, 20, 30, 40, 50, 60, 70, 80, 9, 100 ക്ലിയർ ആയി. അടുത്തത് 100 ഗണങ്ങളാണ്. 100, 200, 300, 400, 500, 600, 700, 800. ആൾറെഡി ഞാൻ 9 എന്ന് പറഞ്ഞ നമ്പറിനെ 9 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 9 അധികം 100 ആണ് 100. അപ്പൊ 700, 800, 100. അടുത്തത് എന്നാണ് നമ്മൾക്ക് 1000-ൻ്റെത്. 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000. 9 പ്ലസ് 1000 ആണ് 9000. 900 അല്ല 9000. സ്കോ എന്ന് പേരിട്ട ഈ ആശയം SCERT ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിമാനത്തിൽ നിന്ന് പറക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പലർക്കും അത് സാധിക്കാറില്ല. പ്രായം കൂടിയാൽ പിന്നെ ഇത്തരം ആഗ്രഹങ്ങളെ കുഴിച്ചുമൂടുകയും ചെയ്യും. എന്നാൽ 80 വയസ്സ് വരെയുള്ള അംഗങ്ങളെയും ഉൾപ്പെടുത്തി വിമാനയാത്ര എന്ന സ്വപ്നം പൂവണിയിച്ചിരിക്കുകയാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വിമാനയാത്ര പലരുടെയും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് പതിവ്. എന്നാൽ പാറപ്പുറം നന്മ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെ 30 പേരുടെ സ്വപ്നങ്ങൾക്കാണ് ചിറകുമുളച്ചത്. മാർച്ച് 17-ന് നന്മ കുടുംബത്തിലെ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച വിമാനയാത്രയിൽ 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ളവർ പങ്കെടുത്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കായിരുന്നു കന്നി ആകാശയാത്ര. രാവിലെ അംഗങ്ങളെയും വഹിച്ചുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വാഹനം പ്രസിഡന്റ് PM ശേഖരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സെക്രട്ടറി K സുനിൽകുമാർ, ട്രഷറർ K അജയകുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വിദ്യാർത്ഥികളുടെ മുഖചിത്രം വരച്ച അധ്യാപിക വർഷങ്ങൾക്ക് ശേഷം അവയുടെ പ്രദർശനം ഒരുക്കിയത് കൗതുകമായി. മാഹി പന്തക്കൽ IKK ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക സതി ശങ്കറാണ് സ്കൂൾ ഓർമ്മകളുമായി ചിത്രപ്രദർശനം നടത്തിയത്. ചിത്രകല പഠിപ്പിക്കുന്നതിനിടെ ക്ലാസ് മുറിക്കുള്ളിൽ നിന്നും അധ്യാപിക കലൈമാമണി സതി ശങ്കർ കുട്ടികളുടെ മുഖഭാവങ്ങൾ കടലാസിലേക്ക് പകർത്തുന്നത് പതിവായിരുന്നു. വരയിലൂടെ കുട്ടികളുമായി വലിയ ചങ്ങാത്തമായി. മാഹി പന്തക്കൽ IKK ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ടീച്ചർ വിരമിക്കുമ്പോഴേക്കും വരച്ച ചിത്രങ്ങളുടെ എണ്ണം 1000 കടന്നു. അവ സ്മൃതി ചിത്രങ്ങളായി മാറി. കുട്ടികളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് വരച്ചു തുടങ്ങിയതെന്ന് കലൈമാമണി സതി ശങ്കർ പറഞ്ഞു. മുതലാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കുട്ടികളെ കാണാൻ നേരം കാര്യങ്ങളും വന്ന് സംസാരിക്കും അടുത്ത് അത്തരം ചിന്തകൾ എനിക്ക് കുട്ടികളുടെ മനസ്സിലുള്ളതായ ഭാവത്തിലൂടെ ആ ഭാവങ്ങളെ എനിക്ക് വളരെ സന്തോഷം തന്നിട്ടുണ്ട്. വളരെ സ്നേഹവും സന്തോഷവും എല്ലാം ഈ ഭാവങ്ങളെല്ലാം സമ്മിശ്രമായിട്ട് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പം ഞാൻ വേണ്ടി ഈ ഭാവങ്ങൾ പിന്നെ എനിക്ക് കാണാൻ തോന്നി. അപ്പം ഞാൻ അതൊന്ന് വരച്ച് നോക്കാൻ പറ്റി. അങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ നിന്ന് ആദ്യം എഴുതാനായി. അതിനുശേഷം പിന്നീട് ഞാൻ തുടർച്ചയായിട്ട് അറിയാണ്ട് ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലും ഓരോ രചന അറിയാണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ഇത്രയും ചിത്രങ്ങൾ എല്ലാ ദിവസവും. 1984 മുതൽ 2010 സ്കൂളിൽ നിന്നും വിരമിക്കും വരെ ആ സബരിയ തുടർന്നു. കഴിഞ്ഞ വർഷം അതേ വിദ്യാലയത്തിൽ ആദ്യമായി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ചെന്നൈ ഫൈൻ ആൻഡ് ആർട്സ്, പോണ്ടിച്ചേരി ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ നിന്നും ചിത്രകല അഭ്യസിച്ചു. ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരെയും വരച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഡിജിറ്റലാക്കാനാണ് പദ്ധതി. ഫോട്ടോഗ്രാഫിയിലും കമ്പമുണ്ട്. യൂറോ ഫാഷൻ റെക്കോർഡ് സ്വന്തമാക്കിയ ഈ ചിത്രങ്ങൾ കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിലാണ് ഒരുക്കിയത്. ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. കലൈമാമണി ചാലക്കര പുരുഷു, സുധാകരൻ ഇടക്കണ്ടി, ഗുരുകുലം ബാബു, ഗിന്നസ് സത്താർ, ആന്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടെന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം.
വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെ. ഒന്നല്ല, രണ്ടെണ്ണം. 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൊമ്മേരി ALP സ്കൂളിൽ വിവിധ പരിപാടികൾ കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ കവിത അരുൺ അധ്യക്ഷയായിരുന്നു. അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കൊമ്മേരി ALP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ രൂപരേഖ അനാച്ഛാദനവും നവീകരിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും 75-ാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനവും സ്കൂളിൽ നടന്നു. പ്രൗഢമായ ചടങ്ങ് ഗാനരചയിതാവ് PK ഗോപി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഒരർത്ഥത്തിൽ നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളെ വ്യക്തിപരമായി ശ്രദ്ധിക്കാൻ സമയം കിട്ടും. 1000 വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നത് പോലെയല്ലല്ലോ 30 വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നത്. അവരുടെ കണ്ടടത്തിലെ കറുപ്പ് കണ്ട് അവരുടെ വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് വായിക്കാം, അല്ലേ? അവരുടെ ഇണക്കവും ഈണവും അവരുടെ പരാതികളും പരിഭവങ്ങളും കണ്ണുനീരും വേദനയും മൗനവും കണ്ട് അവരുടെ ജീവിതം നിങ്ങൾക്ക് വ്യക്തിപരമായി ശ്രദ്ധയോടെ മനസ്സിലാക്കാം. ഒരുപക്ഷെ അങ്ങനെയുള്ള അധ്യാപകരായിരുന്നു ഏറ്റവും നല്ല അധ്യാപകരായി ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? വാർഡ് കൌൺസിലർ കവിത അരുൺ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. 75-ാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനം കൌൺസിലർ കവിത അരുൺ നിർവഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ഹെഡ് മിസ്റ്റേഴ്സ് റീജ, അബ്ദുൽ നാസർ എന്നിവർക്ക് SSG ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് നൌഫൽ ബാബു, SSG കൺവീനർ ഷാജി, MPTA വൈസ് പ്രസിഡന്റ് ശ്യാമിലി, SRG കൺവീനർ ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി ഷിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BC റോഡ് ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം കലാസംവിധായകൻ മുരളി ബേപ്പൂർ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. ബേപ്പൂർ BC റോഡ് ഗവൺമെന്റ് LP സ്കൂൾ പഠനോത്സവം കലാസംവിധായകൻ മുരളി ബേപ്പൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ അനുഭവ ഗ്രൂപ്പുകൾക്ക് ക്ലസ്റ്ററിലെ ഏറ്റവും നല്ല അനുഭവ ഗ്രൂപ്പിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. അതിലത്തെ അനുഭവ ഗ്രൂപ്പുകൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം നല്ല ഭാവനകളുള്ള കുട്ടികൾ ഒരുപാട് നമ്മൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. ആ നല്ല ഭാവന ഇവിടെ മഴയെപ്പോലും വർണ്ണിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മളെല്ലാ അനുഭവങ്ങളും എഴുതി വെച്ചിട്ടുള്ള കുറിപ്പുകൾ അവർ യാഥാർത്ഥ്യത്തോടു കൂടി യാതൊരു രീതിയിലുള്ള ചിന്തകളില്ലാണ്ട് അതാത് സമയത്ത് എഴുതിയതാണ് നല്ല ഭാവനയോടുകൂടി അവർക്ക് എഴുതാൻ കഴിയുന്നുള്ളത് തെളിയിച്ചിട്ടുള്ള വലിയ ഒരു സമാഹാരമാണ് ഇവിടെ ഇപ്പോൾ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഈ സ്കൂള് നടത്തിയിട്ടുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. SMC ചെയർമാൻ ഇല്ലിക്കൽ ഫിനോഷ് അധ്യക്ഷത വഹിച്ചു. URC കോർഡിനേറ്റർ C ഫെബിൻ, പ്രധാനാധ്യാപകൻ V മനോജ് കുമാർ, MPTA പ്രസിഡന്റ് MK മനേക, സ്റ്റാഫ് സെക്രട്ടറി ഷിൻഡ പിലാവുള്ളതിൽ, SRG കൺവീനർ A ജയശ്രീ എന്നിവർ സംസാരിച്ചു. ഒരു വർഷമായിട്ട് കുട്ടികൾ നേടിയെടുത്ത ശേഷികളുടെ ആ പഠന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പ്രദർശനവും അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. കുട്ടികളുടെ അനുഭവക്കുറിപ്പ് ഡയറികളിൽ ക്ലസ്റ്ററിൽ മികച്ചതിനുള്ള പുരസ്കാരം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഡയറി നേടി. വിവിധ ചാർട്ടുകളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെന്റ് ഫിലോമിനാസ് LP സ്കൂൾ മേരിക്കുന്നിന്റെ 80-ാം വാർഷികാഘോഷം ജ്വലനം 2024 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോഴിക്കോട് രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ അക്ഷരഖനിയിലേക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നുകൊടുക്കുകയും അക്കാഡമിക മികവിനോടൊപ്പം സമൂഹത്തിനായി കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുന്ന വിദ്യാലയമാണ്
കോഴിക്കോട് രൂപതയ്ക്ക് കീഴിലെ മേരിക്കുന്ന് സെന്റ് ഫിലോമിനാസ് ALP സ്കൂൾ. മേരിക്കുന്ന് പ്രദേശത്തിന്റെ അഭിമാനമായ സ്കൂൾ 80 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. 80ാം വാർഷികാഘോഷങ്ങൾ സ്കൂളിൽ പ്രൗഢമായി നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടികൾ കോഴിക്കോട് രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ദയാനന്ദൻ PK അദ്ദേഹത്തെ പോലെയുള്ള സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സേവനം ചെയ്ത് നീങ്ങുന്ന അനേകം വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ വിദ്യാലയത്തിന്റെ സംഭാവനകളാണെന്ന് പറയുമ്പോൾ ഈ 80ാം വാർഷികാഘോഷം ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് ആഘോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 80 വർഷങ്ങൾ പിന്നിടുമ്പോൾ നാളിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വളർച്ചയുടെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയം. പിന്നണി ഗായിക കുമാരി ആര്യനന്ദ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചേവായൂർ സബ് ജില്ലാ AEO ഷാംജിത്ത് മികവ് പ്രകാശനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സൈമൺ പീറ്റർ അധ്യക്ഷനായിരുന്നു. സഹവികാരി ഫാദർ ജോസ് ആഞ്ചലിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹെഡ്മിസ്ട്രസ് അഗത PC റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1943, 44, 45 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളെയും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസുമാരെയും ചടങ്ങിൽ ആദരിച്ചു. BPC ഹാരിഷ് V, കോർപ്പറേറ്റ് സെക്രട്ടറി സിസ്റ്റർ തെരസിൽ, പൂർവ്വ വിദ്യാർത്ഥി പ്രൊഫസർ ദയാനന്ദൻ PK, സ്കൂൾ ലീഡർ കുമാരി ജൂലിയറ്റ്, സ്റ്റാഫ് സെക്രട്ടറി അനിത, മേരി തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ചെറുവണ്ണൂർ മധുര ബസാർ ശ്രീ കാമാക്ഷി ഏജൻസീസ് വർക്കേഴ്സ് 20 വർഷത്തിന് ശേഷം ഒത്തുചേർന്നു. ഓർമ്മച്ചെപ്പ് 2024 സംഘടിപ്പിച്ചു. ചെറുവണ്ണൂർ MBR സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന കൂട്ടായ്മയിൽ VP സുരേഷ് അധ്യക്ഷനായിരുന്നു. പ്രഭാകരൻ നായർ ഒളവണ്ണ കൂട്ടായ്മയെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി. പ്രഭാകരൻ കുമ്മായി, സുന്ദരൻ തോണിച്ചിറ, അബ്ദുൽ ഗഫൂർ അരക്കിണർ എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ. LDF സ്ഥാനാർത്ഥി എളമരം കരീം ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും വ്യവസായ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വോട്ടഭ്യർത്ഥന നടത്തി. ചെറുധാന്യങ്ങളുടെ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയായ മില്ലറ്റ് മിഷൻ മാതൃകാ മില്ലറ്റ് കൃഷിത്തോട്ടം ഒരുക്കുന്നു. എൺപത് വയസ്സ് വരെയുള്ള അംഗങ്ങളെയും ഉൾപ്പെടുത്തി വിമാനയാത്ര എന്ന സ്വപ്നം പൂവണിയിച്ചിരിക്കുകയാണ് നന്മ റെസിഡൻസ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.